എൻ്റെ പേര് റെജി പൗലോസ്. ഞങ്ങൾ കൊരട്ടി സെൻറ്റ് മേരീസ് ഫൊറോൻ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇത് എൻ്റെ മകൻ ഫ്രെഡി പൗലോസ്. ഇത് എൻ്റെ മകൻ്റെ ഭാര്യ ഗ്രേസ് മേരി ജോൺ. ഇവർക്ക് കിട്ടിയ 2019 മെയ് മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് കുവൈറ്റിലേക്ക് പോകാൻ, മകൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് വെച്ചിരുന്നു. പക്ഷേ വിസ കിട്ടിയെങ്കിലും അത് അവിടെ ചെന്ന് ജോലിയൊക്കെ ശരിയാവാൻ വേണ്ടി വേറൊരു നല്ല ജോലിക്കൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ വിസ ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ 2-3 പുതുക്കലിനൊക്കെ ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ നടക്കണുണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ട്. പിന്നെ അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇനി എൻ്റെ കാര്യങ്ങളൊന്നും വെക്കില്ല, എൻ്റെ വീട്ടിലെ ഒരു കാര്യവും ഞാൻ വെക്കുന്നില്ല, ഞാനെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വെക്കണുള്ളൂ, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ 2 കാര്യങ്ങൾ, ഞാൻ ഇവളുടെ കാര്യവും എൻ്റെ മകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളും ഞാൻ വെച്ചേ ഇല്ല. ആദ്യത്തെ 2-3 മാസങ്ങളിൽ മാത്രമേ ഞാൻ വെച്ചുള്ളൂ, പിന്നെ ഇത് വെച്ചില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ നാട്ടിലെ അല്ലെങ്കിൽ എനിക്ക് അറിയാത്തവരുടെ കാര്യങ്ങളൊക്കെയാണ് അനാഥാലയത്തിൽ പോകേണ്ട അവിടുത്തെ അമ്മച്ചിമാരുടെയൊക്കെയാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അവളുടെ വിസ, 1 കൊല്ലമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിരുന്ന വിസ, ട്രാൻസ്ഫറിന് വേണ്ടി ട്രൈ ചെയ്തിരുന്ന വിസ ഈ കഴിഞ്ഞ മെയ്യിലാണ് നടന്ന് കിട്ടിയത്. 2 കാര്യങ്ങളും, മകളുടെ വിദേശത്തേക്ക് പോകാനുള്ളതും നടന്ന് കിട്ടി. അത് അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവൾക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്, ഇവൾ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. എനിക്ക് വിസ എടുത്തപ്പോൾ മെഡിക്കൽ ചെയ്തപ്പോൾ അതിന് മെഡിക്കലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മദർ ലോ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് വീക്ക് തന്നെ എനിക്ക് വേറൊരു മെഡിക്കലിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ മെഡിക്കൽ പാസ്സാവുകയും എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള വിസ ശരിയാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുവൈറ്റിൽ പോയപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഉഴപ്പി അവിടെ പോയി ആകെ ഉഴപ്പലായി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എനിക്ക് അവിടെ ഒരു ടെമ്പററി ആയിട്ട് ജോലി കിട്ടി, ലീവ് വേക്കൻസിയിൽ. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ എനിക്ക് തോന്നി, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നൈസായിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ആ ജോലിയിൽ പോയി. അവിടെ പക്ഷേ ടെമ്പററി ആയ കാരണം എനിക്ക് വേറെ ജോലി നോക്കണം. അങ്ങനെ ഞാൻ വേറെ ജോലിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ഓഫീസിൽ വേറെ ഒരു കമ്പനിയിലത്തെ സാറ് വന്നപ്പോൾ എന്നോട് എൻ്റെ റെസ്യൂമും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനത് കൊടുത്തു. അതിനുശേഷം ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിന് പോയി. എനിക്ക് അവിടെ ജോലി കിട്ടി. അവിടേക്ക് ജോലിക്ക് കയറണ അന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ വിസ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, വിസ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ വിസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിസ എടുത്ത് ഇങ്ങോട്ട് വന്ന ആ കുവൈറ്റി സ്പോൺസറിനെ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ വിസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ ഫയൽ ബ്ലോക്കാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്യാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തോളം അതിനു വേണ്ടി ട്രൈ ചെയ്തു. ആ 3 മാസം ഞങ്ങൾക്ക് ഭയങ്കര കഠിനമായ ദിവസങ്ങളായിരുന്നു. ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു, കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവസാനം ജോലി കിട്ടാണ്ടായപ്പോൾ ഞാനും ഭർത്താവും കൂടെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനകളെല്ലാം മുട്ടുകുത്തി കൈവിരിച്ച് നിയോഗങ്ങളൊക്കെ ചൊല്ലി ആണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, എൻ്റെ റെസ്യൂം വാങ്ങിക്കൊണ്ടുവന്ന സാറ്, ആ സാറിൻ്റെ നമ്പർ ചോദിക്കാം, ആ സാറിനൊന്ന് വിളിച്ച് ചോദിക്കാം, ജോലി വല്ലതുണ്ടോ, കിട്ടോ, എൻ്റെ വിസ ഈ പ്രോബ്ലമാണ്, അപ്പോൾ എനിക്ക് ആ പ്രോബ്ലം നിൽക്കുമ്പോൾ തന്നെ ജോലി കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ആ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നാളെ വായോ, നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാം, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ പിറ്റേ ദിവസം ആ സാറിൻ്റെ കമ്പനിയിലേക്ക് പോയി. സാർ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, 3 മാസം പ്രൊബേഷൻ പീരീഡ്, എന്നിട്ട് നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 3 മാസം എനിക്ക് അവിടെ പ്രൊബേഷൻ പീരീഡിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, 3 മാസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും, വിസ അപ്ലിക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് വിചാരിച്ചു. 3 മാസം കഴിഞ്ഞു.
വിസ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ വിസ വീണ്ടും ട്രാൻസ്ഫർ ആവണില്ല. ഞാൻ എത്തിയിട്ട് ഒരു കൊല്ലം ആവാറായി. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കുവൈറ്റിക്ക് പോയത്. ഇനി എനിക്ക് തിരിച്ച് വരണം. തിരിച്ച് വന്നാലും വീണ്ടും പോവാന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിക്കൽ ഇഷ്യൂസും ഒക്കെയുള്ള കാരണം അത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ കരഞ്ഞ് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അത്രയും നാൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. അങ്ങനെ അതിൽ ഫുള്ള് പ്രാർത്ഥനയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ആൾക്കാർ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ തിരിച്ചു പോക്കോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഇത് ശരിയാവില്ല, നിങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തിരിച്ചു പോകില്ല, ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോവാണ്, കേസ് കൊടുക്കാം, ശരിയാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ മിനിസ്ട്രിയിൽ കേസ് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ മാസമായി. അവർ പറഞ്ഞു അടുത്ത മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വിസ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു എക്സ്റ്റൻഷൻ അടിക്കണം. അങ്ങനെ എക്സ്റ്റൻഷൻ അടിച്ചു. അങ്ങനെ 5 മാസം ഞാൻ എക്സ്റ്റൻഷൻ അടിക്കലും അവർ വീണ്ടും ഓരോ അപ്പോയിൻമെൻറ്റ് തരാം, എക്സ്റ്റൻഷൻ അടിക്കുക, അപ്പോയിൻമെൻറ്റ് തരാം, എക്സ്റ്റൻഷൻ. ഇത് തന്നെ നടക്കണുള്ളൂ, വേറെ ഒരു പരിപാടിയും നടക്കണില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. എന്ത് ചെയ്യും? ഈ എക്സ്റ്റൻഷൻ അടിച്ച് അവർ ഇനി ഞങ്ങൾ പുറത്താക്കുമോ? ആകെ ടെൻഷനായി. അവസാനം ഞങ്ങൾ ഒരു ദിവസം അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടെ പോയിരുന്ന് അവിടെ ഇരുന്ന് ഉപ്പിട്ട് അവിടെ ആ മിനിസ്ട്രിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്താ മക്കളെ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അറിയണ ആളാണ് ഉള്ളിലിരിക്കണേ, പേടിക്കേണ്ട, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് മന്തിലേക്ക് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ ചേട്ടൻ കാരണം. ആ ചേട്ടൻ വന്ന് മാതാവിൻ്റെ രൂപത്തിൽ ആ ചേട്ടൻ വന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് ആക്കി തന്നു. അങ്ങനെ ആ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ പോയി അവിടെയുള്ള ആ മാനേജറിനോട് സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങളെ ശരിയാക്കി തരാം, നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വീണ്ടും കൂടുതൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ അച്ഛനോട് കുമ്പസാരത്തിൽ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, മോള് പേടിക്കേണ്ട, എല്ലാം ശരിയാവും, പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് എല്ലാം ശരിയാക്കാൻ തരും. അങ്ങനെ ഞങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ചേട്ടൻ വന്ന് ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ ഒരു കൊന്ത തന്നിട്ട് പറഞ്ഞു, കൃപാസനത്തിൻ്റെ കൊന്ത തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പേടിക്കേണ്ട, 53 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയിൽ പോയി. ആ മാനേജർ പറഞ്ഞ പോലെ തന്നെ 1 മാസത്തിനുള്ളിൽ മെയ്യിൽ എൻ്റെ വിസ ട്രാൻസ്ഫറായി, എല്ലാം ശരിയാക്കി തന്നു. ഇതിൻ്റെ ഇടയിൽ 1 മാസം ഞാൻ ജോലി ഇല്ലാണ്ടിരുന്നു. ആ 3 മാസം പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ സാർ എന്നോട് പറഞ്ഞു, നീ ഇനി 1 മാസം വരണ്ട, കാരണം നീ ഇവിടെ ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ വല്ലവരും ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിന്നെ ഇല്ലീഗലായിട്ട് ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കമ്പനിക്കും കൂടെ അത് പ്രോബ്ലമാണ്, അപ്പോൾ നീ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം ഞാൻ പോയില്ല. ആ ഏപ്രിലിൽ ഞാൻ പോയില്ല. മെയ്യിലാണ് എനിക്ക് ട്രാൻസ്ഫർ ശരിയാവണേ. അങ്ങനെ മെയ്യിൽ ഞാൻ ട്രാൻസ്ഫർ ശരിയായി ഓഫീസിൽ ചെന്നപ്പോൾ സാറ് എനിക്ക് 1 മാസം വരാത്ത ശമ്പളം അടക്കം തന്ന് സാറ് എനിക്ക് തന്നു. അങ്ങനെ മാതാവും ഈശോയും കൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുള്ളത് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും, പാവങ്ങൾക്കും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും അച്ഛൻ്റെ ധ്യാനം കൂടും. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. എല്ലാ ദിവസവും ഓരോ വചനങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഞാനിടും. ഇത് ഒക്കെ ചെയ്യുമ്പോഴും ഓരോ ആൾക്കാരും എന്നോട് ചോദിക്കും, നീ കൃപാസനത്തിൽ പോയിട്ടുണ്ടല്ലേ, ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലേ, എന്താ നിൻ്റെ പരിപാടി, എന്താ? അങ്ങനെയൊക്കെ എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഞാൻ പോയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അവരൊക്കെ എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്, കുറേ പേര് എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഉറച്ചു നിന്ന് കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ഇതാണ് എൻ്റെ സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് 7-8 ബാഗ് കൃപാസന പത്രം മേടിച്ച് കൊണ്ടുപോയി ഞാൻ പിറ്റേ ദിവസം തന്നെ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷക്കാർക്കും പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ നടന്നു കൊടുക്കും. അത് പിറ്റേ ദിവസം തന്നെ ഞാൻ കൊടുത്ത് തീർക്കും. പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. ഇവിടുന്ന് കൊണ്ടുപോയി വൈകുന്നേരം തന്നെ വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ആവുമല്ലോ. അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ എല്ലാ പാത്രവും എടുത്ത് ഓരോന്നും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അടക്കി വെക്കും, കാരണം കൊടുക്കാൻ എളുപ്പത്തിന്. അപ്പം അങ്ങനെ എല്ലാ പത്രവും ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുക.
പിന്നെ കുറേ പേരൊക്കെ എന്നോട് ചോദിക്കും, ഇതുകൊണ്ട് എന്താ ഗുണം, എന്ത് ഉപകാരമാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതൊക്കെ ചോദിക്കും. ചിലവരിത് അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിക്കും, അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഉടമ്പടി എങ്ങനെ എടുക്കണ്ടേ, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും, പൈസ ചിലവുണ്ടോ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് ചെയ്യും. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ട് അപ്പം തന്നെ ഞാൻ സ്റ്റാറ്റസും ഇടും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ അല്ലാതെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഉടമ്പടിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യണത്, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അനാഥാലയത്തിലേക്ക് ഞാൻ പോകും. അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവരെ കുളിപ്പിക്കേണ്ടവരാണെങ്കിൽ കുളിപ്പിച്ച് കൊടുത്ത്, അവരുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കൊടുത്ത്, അങ്ങനെ അവരോട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ കൊതി പറയുമ്പോൾ അതൊക്കെ ഞാൻ പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ഞങ്ങളിത് തിന്നിട്ടൊക്കെ കുറേ കൊല്ലങ്ങളായി എന്ന് പറയും. ചിലപ്പോൾ പറയും, ഞങ്ങളുടെ വീട്ടുകാരൊക്കെ വന്ന് ഞങ്ങളെ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ കുറേ കൊല്ലങ്ങളായി, കുറേ നാളുകളായി, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, അതൊക്കെ അങ്ങനെ പറയും. പിന്നെ പൊതിച്ചോറ് 7-8 പൊതി ആഴ്ചയിൽ ഒരു ദിവസം, അത് വഴിയിലിരിക്കുന്ന പാവങ്ങൾക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി 3-4 കൂട്ടം കറികളൊക്കെ ആയിട്ട് ഉണ്ടാക്കി, ഞാനും ഹസ്ബൻഡും കൂടി ഉണ്ടാക്കി അതങ്ങനെ കൊണ്ടു കൊടുക്കും. പൊതിച്ചോറ് കെട്ടി കൊണ്ടു കൊടുക്കും. ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോയി ഞങ്ങൾ രോഗികളെ കാണും. രോഗികളെ കണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച്, ഞാൻ പോകുമ്പോൾ ഞാൻ തൈലവും കൊണ്ടുപോകും. ഇവിടെ നിന്ന് ഉടമ്പടിയുടെ ചെറിയ ലോക്കറ്റ് കിട്ടും, അത് 5-10 മേടിക്കും ഞാൻ. അത് മേടിച്ച് ഞാൻ ബാഗിൽ വെച്ചിട്ടാണ് പോവുക. പിന്നെ ഉടമ്പടി ഉപ്പും എടുക്കുന്നത് ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അവിടെയുള്ള രോഗികൾക്ക് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി, നെറ്റത്ത് പുരട്ടി, കഴുത്തിലും പുരട്ടി പ്രാർത്ഥിക്കും. ശരിയാവും, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊടുക്കും. അങ്ങനെ അതൊക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പോരാ. അത് ആഴ്ചയിൽ ഒരു ദിവസം അത് ചെയ്യും. എല്ലാ ആഴ്ചയിലും ഞാൻ അനാഥാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു അപ്പച്ചനെ കാണും. വടി കുത്തി പിടിച്ചെടുക്കുന്ന ഒരു അപ്പച്ചനാണ്. ആ അപ്പച്ചനെ എല്ലാ ആഴ്ചയിലും കാണുമ്പോൾ ആൾക്ക് ഞാനൊരു 100 രൂപ കൊടുക്കും. ഭയങ്കര സന്തോഷത്തോടു കൂടി ആളതിൻ്റെ നിന്ന് മേടിക്കും. അങ്ങനെ എന്നോട് പറയും, മോള് മാത്രം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്ന് തരണുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ അപ്പുറത്തോടെ പോവുക ചെയ്യുക, മോള് മാത്രം എൻ്റെ കറക്റ്റ് മുമ്പിൽ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര സന്തോഷത്തിൽ പറയും. അല്ലാണ്ടും ആരെങ്കിലുമൊക്കെ എൻ്റെ മുമ്പിൽ പെടുകയാണെങ്കിൽ എന്നോട് ചോദിക്കുന്നവരെ ഞാൻ അതല്ലാതെയും എനിക്ക് തോന്നണവർക്കും ഞാൻ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയും. പഴയ നിയമത്തിൽ വാഗ്ദാന നാട് തേടിയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ അവരെ നയിച്ചിരുന്നത് മോശയാണ്. പലപ്പോഴും ദൈവകൽപ്പനകൾ ലംഘിച്ചും ദുശാഠ്യക്കാരുമായ ഒരു ജനതയെ നയിക്കുമ്പോൾ മോശയ്ക്ക് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴാ ദുർഘട സന്ധികളിലൊക്കെ മോശ കർത്താവിനോട് പറയുന്നത്, പുറപ്പാട് 33:3 കർത്താവെ, അങ്ങേ എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ എന്നാണ്. അപ്പോൾ മോശ കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മോശയോട് പറയുന്ന വചനമുണ്ട്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. 33:14 നമുക്ക് തിരുവചനങ്ങൾ ഇപ്രകാരം കാണാൻ കഴിയുക. ഇങ്ങനെ കർത്താവ് കൂടെ നടന്ന് പിന്നെ വഴി നടത്തുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഉടമ്പടി ജീവിതത്തിലും ഓരോ മക്കൾക്കും തങ്ങളുടെ ജീവിതത്തിലും പറയുവാനുള്ളത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. തനിക്ക് ജോലിക്ക് വിദേശത്തേക്ക് പോകുവാനും പിന്നീട് അതിന് ആദ്യമേ മെഡിക്കലിലായിരുന്നു പ്രോബ്ലം, അത് ക്ലിയറായി കഴിയുമ്പോൾ വിസയുടെ തടസ്സമുണ്ട്. അപ്പോൾ ഈ വിസ ഈ മകൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഈ മകൾ തിരിച്ചു പോരണം, അല്ലാതെ വേറെ മാർഗമില്ല. 1 വർഷമായിട്ട് തനിക്ക് ആദ്യമേ തന്നെ കൊണ്ടുപോയ കമ്പനിയുടെ വിസ ക്ലിയറാക്കാൻ പറ്റുന്നില്ല, അത് മാറ്റാൻ പറ്റുന്നില്ല. പിന്നീട് ജോലി കിട്ടിയ കമ്പനിയുടേതിലേക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോഴങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി അതിനുശേഷം നന്നായിട്ട് ഉഴപ്പി എന്നാണ് പറയുക. അതായത്
ഇന്ന് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇങ്ങനെയും ഈ ആൾത്താരയിൽ പറയുന്നുണ്ട്. അതായത് ഉഴപ്പി നടക്കുന്നവരെ അമ്മ വീണ്ടും തിരിച്ചു പിടിക്കുന്ന, അത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ അതിനുവേണ്ടി മാത്രം ഒരു കാര്യസാധ്യത്തിനായി ഒരു ഉടമ്പടി എന്നുള്ള രീതിയിൽ ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നാം അങ്ങനെ മാറിപ്പോകുമ്പോൾ അതല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. ഉടമ്പടി ജീവിതം എന്താണ് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവങ്ങളിലൂടെ വീണ്ടും നാം തിരിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ അത് ഈ ആൾത്താരയിൽ പലപ്പോഴായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മകൾ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ പിന്നീട് കൂടി ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഹസ്ബൻഡും ഞാനും ഒരുമിച്ച് മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ ഇങ്ങോട്ട് അവിടെ എല്ലാ കാരുണ്യപ്രവൃത്തികളും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇങ്ങോട്ട് തന്നെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നു. ഇവിടെ അമ്മയോട് പറയുന്നു കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന്. താൻ തന്നെ വചനം സ്റ്റാറ്റസായിട്ടിടുന്നു. അതായത് ഇന്ന് മീഡിയ ഒത്തിരിയേറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളുടേതായ രീതിയിലൊക്കെ എങ്ങനെയാണ് ഈശോയെ പ്രഘോഷിക്കാൻ തങ്ങൾക്ക് സാധിക്കുക എന്നുള്ളത് ഒത്തിരിയേറെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ തനിക്ക് സാധ്യമാകുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ഈ മകൾ ചെയ്യുന്നു. അതിനൊക്കെ പിന്നീട് തോന്നുന്നത് തൻ്റെ ഈ അവസ്ഥ ഇത് തുടർന്നുകൊണ്ട് പോയാൽ തനിക്കിനി ജോലി ഇല്ലാതാകും, താൻ തിരിച്ചു പോകേണ്ടി വരും. താൻ എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ പൈസയുടെ ബാധ്യതകൾ നിങ്ങൾക്കുണ്ടായോ? ഉണ്ടായി. 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോയത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നാലും വീണ്ടും 5 ലക്ഷം രൂപ തന്നെ കൊടുക്കണം പോണേ. പക്ഷേ അത് കൊടുത്തിട്ട് പോകാൻ പറ്റുമെന്ന് വരെ എനിക്ക് ഉറപ്പില്ല. കാരണം എൻ്റെ മെഡിക്കൽ ഇഷ്യൂസ് കാരണം അത് ഡൗട്ടായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ മരിയൻ ഉടമ്പടിയിൽ എങ്ങനെയാണ് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നത്, അതെങ്ങനെയാണ് സമയ ചുരുക്കമായി മാറുന്നത്. അപ്പോൾ 1 വർഷമൊക്കെ ഇങ്ങനെയുള്ള ഒരവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. തനിക്ക് 1 മാസം ജോലി പോലും ഇല്ലാത്ത അവസ്ഥ. പിന്നീട് അതിനൊക്കെ ഒരു പ്ലസ് പോയിൻറ്റുകളാണ് വരുന്നത്. തൻ്റെ ആ ജോലി ഇല്ലാത്ത ആ അവസരങ്ങളിൽ പോലും തനിക്ക് പിന്നീട് ആ സാലറിയും കൂടി കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നു. അതുപോലെ അവിടെ ഒരു വ്യക്തി ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു, ഇവർക്ക് സഹായം ചെയ്യുവാനായിട്ട് വന്നു എന്നൊക്കെ നാം കേട്ടു. അത് മാതാവ് തന്നെ കൊണ്ടുവന്നതാണെന്ന് ഈ മകൾ പറയുകയുണ്ടായി. ജീവിതത്തിൽ നമുക്ക് ആരുമില്ല, ഇനി ഏത് വഴിയെ പോകണമെന്നറിയില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സാന്നിധ്യമാണ് നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ ഇന്ന് തനിക്ക് സ്ഥിരമായിട്ടുള്ള ജോലിയുണ്ട്, തനിക്ക് വിസയുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി ഏറ്റവും സന്തോഷത്തോടെ ഇപ്പോഴിവിടെ വന്നു നിന്ന് കുടുംബം ഒന്നിച്ച് ഈ മക്കൾ നന്ദി പറയുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.